ശ്രീ അയ്യങ്കാളി പിറന്ന മണ്ണിൽ ഇന്നലെ വെങ്ങാനൂരിൽ സാക്ഷാൽ വേടൻ തന്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി പറഞ്ഞു. ആയിരങ്ങൾ തടിച്ചുകൂടിയ വെങ്ങാനൂരിലെ ആ ഭൂമിയിൽ എന്താണ് വേടൻ പറഞ്ഞത്? വേടൻ ഇതാദ്യമായിട്ടാണ് ഒരു കൃത്യമായ രാഷ്ട്രീയം ഇത്ര വ്യക്തമായി പറയുന്നത്. വേടൻ പറഞ്ഞത് ദളിതർ രാഷ്ട്രീയ ശക്തിയാകണം, സനാതന ധർമ്മവാദികളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് നിന്നു കൊടുക്കരുത്. ആരാണ് സനാതന രാഷ്ട്രീയവാദികൾ? അത് RSS, BJP, സംഘപരിവാർ, സംശയമില്ലല്ലോ. അവർക്കെതിരെയാണ് വേടൻ പ്രതികരിച്ചത്, അവിടെ പ്രസംഗിച്ചത്. ബാക്കി ഭാഗം, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള പട്ടികജാതി, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ വലിയ പ്രശ്നം ഒത്തൊരുമ ഇല്ലാത്തതാണ്. നമ്മുടെ സാഹോദര്യമില്ലായ്മ ഇവിടുത്തെ സനാതന ധർമ്മവാദികൾ നമ്മെ വേർതിരിക്കാൻ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തമാണല്ലോ കാര്യങ്ങൾ. അത് യുവതലമുറ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കണം. ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരിക്കലും മഹാത്മാവ് അയ്യങ്കാളി എന്ന് പറയില്ല. മഹാവീരൻ അയ്യങ്കാളി, മാവീരൻ അയ്യങ്കാളി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ആത്മാവ് എന്നൊക്കെ പറയുന്ന സംസ്കൃത വാക്കാണ്. ഒരു സംസ്കൃത വാക്കും ഉച്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മഹാവീരൻ അയ്യങ്കാളി, അദ്ദേഹം വില്ലുവണ്ടി പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് തലപ്പാവ് അണിയിക്കാൻ ശ്രമിച്ചപ്പോൾ അയ്യങ്കാളി വെച്ച തലപ്പാവിന് സമാനമായ തലപ്പാവ് തൻ്റെ തലയിൽ വയ്ക്കാൻ സംഘാടകർ വെങ്ങാനൂരിൽ ശ്രമിച്ചപ്പോൾ വേടൻ തടഞ്ഞു. വേണ്ട, അത് കയ്യിൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതാണ് വേടൻ ചെറിയ പുള്ളിയല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞത്. എല്ലാം കൃത്യമായ രാഷ്ട്രീയം അതിലുണ്ട്. അയ്യങ്കാളി വെച്ച തലപ്പാവ് വെക്കാൻ ഞാൻ യോഗ്യനല്ല, അതെൻ്റെ തലയിൽ വെക്കരുത്, എൻ്റെ ശിരസിൽ വെക്കരുത് എന്ന് തീരുമാനിക്കുന്ന വേടനെ നമ്മളവിടെ കണ്ടു. പിന്നെ മറ്റൊന്ന്, അവിടെ മറ്റൊരു ചടങ്ങിൽ, മറ്റൊരു പ്രോഗ്രാമിൽ ഒരു കൊച്ചുകുട്ടി വേടൻ്റെ അടുത്ത് വന്നിട്ട് സ്റ്റേജിൽ കയറി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ആ പെൺകുട്ടി വേടൻ്റെ കാലിൽ നമസ്കരിക്കാൻ നോക്കുന്നു, പാദ നമസ്കാരം. വേടൻ ഇങ്ങനെ കൈ ചൂണ്ടി വിലക്കി എഴുന്നേൽപ്പിച്ചു. നോ, പാടില്ല. അതിന് സമാനമാണ് അയ്യങ്കാളിയുടെ തൊപ്പി തൻ്റെ ശിരസിൽ വെക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പല സംഭവങ്ങളിലൂടെ വേടൻ കൃത്യമായ അജണ്ട, തൻ്റെ ചിന്താ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. അതിന് തെളിവായിരുന്നു ഇപ്പോൾ വെങ്ങാനൂര് സാധുജന പരിപാലന സംഘം സംഘടിപ്പിച്ച, അയ്യങ്കാളിയുടെ ജന്മഭൂമിയിൽ സംഘടിപ്പിച്ച ആ വലിയ ചടങ്ങിലെ വേടന്റെ പെരുമാറ്റം. അപ്പൊ അവിടെ മറ്റൊരു ചോദ്യം വന്നു. കുട്ടികൾ ചോദിച്ചു. അപ്പം വേടൻ പറഞ്ഞു, ഞാനൊരു പാട്ടുപാടി അങ്ങ് പോവാം. കാരണം ഇത് വേടന്റെ പ്രോഗ്രാം അല്ല, ഒരു ചടങ്ങിൽ വേടൻ അവാർഡ് കൊടുക്കുന്ന ചടങ്ങ് മാത്രമാണ്. ഇവിടെ മ്യൂസിക്കൽ പ്രോഗ്രാം ഇല്ല വേടന്റെ. അപ്പം വേടൻ പറഞ്ഞു, ഞാനൊരു പാട്ടുപാടി അങ്ങ് പോകും. അപ്പൊ സദസ്സിൽ നിന്ന് കുട്ടികൾ ഉൾപ്പെടെ വേടാ വിളിയായി. ഏത് പാട്ട് പാടണം? അത് പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ട് പാടണം. അപ്പോ വേറെ ചില വേദിയിൽ വേടൻ മൂളാറുണ്ട് ആ പാട്ടുകൾ, പൊയ്കയിൽ അപ്പച്ചന്റെ. അപ്പോൾ പെട്ടെന്നൊരു പോലീസുകാരൻ വന്ന് വേടന്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് നമ്മുടെ സ്റ്റേജിലെ ആ വീഡിയോയിൽ കാണാൻ പറ്റും. എന്താണ് ഈ പോലീസുകാരൻ പറഞ്ഞത്? അതിനുശേഷം വേടൻ പൊയ്കയിലപ്പച്ചന്റെ പാട്ട് പാടിയില്ല. പാടാതെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് എന്നുള്ള മറ്റേ പോപ്പുലർ ഗാനം, ആദ്യത്തെ ആൽബത്തിലെ പോപ്പുലർ ഗാനമാണ് വേടൻ പാടിയത്. അപ്പൊ പോലീസ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടാവുക? പൊയ്കയിലപ്പച്ചന്റെ പാട്ട് പാടണ്ട എന്നൊരു നിർദ്ദേശം പോലീസ് കൊടുത്തു. ആ വീഡിയോയിൽ നിന്ന് നമുക്ക് സംശയം തോന്നുന്നു. അപ്പൊ നേരെ നമ്മൾ ഫ്ലാഷ് ബാക്ക് ടു പൊയ്കയിൽ അപ്പച്ചൻ. ആരായിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ? വേടനെ പോലെ അധസ്ഥിത വർഗത്തിൽ നിന്ന്, അടിമവർഗത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട്
സ്വന്തം പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി സ്വന്തം പാട്ടുകൾ വേദികളിൽ പാടിയ ആളായിരുന്നു ആര്? പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന, പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന കുമാര ഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനായ കുമാര ഗുരുദേവൻ ഇരവിപേരൂരിൽ, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് ഇരവിപേരൂരിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. അത് സ്ഥാപിച്ചത് സാക്ഷാൽ കുമാര ഗുരുദേവനാണ്. കൊമരൻ എന്നായിരുന്നു പേര്. കൊമരൻ, ആ കൊമരൻ എന്ന് പറഞ്ഞാൽ കുമാരന്റെ പ്രാകൃത പേരും. കുമാരൻ എന്ന് പേരിടാൻ പാടില്ല. വരേണ്യവർഗം, ഈ പറയുന്ന സനാതന ധർമ്മവാദികൾ അത് അനുവദിക്കില്ലായിരുന്നു അക്കാലത്ത്. ഒരു 75 വർഷം മുമ്പുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. ഇത് മിഥ്യാധാരണയൊന്നും വേണ്ട, ഇത് ഇല്യൂഷനൊന്നുമല്ല. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് ഇരവിപേരൂരിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അന്നത്തെ ഒരു 75 കൊല്ലം മുമ്പ് കേരളം എന്തായിരുന്നു എന്ന് നമ്മുടെ യുവത, ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അതാണ് വേടൻ ഓർമ്മിപ്പിക്കുന്നത്, ഇന്നലെയും ഓർമ്മിപ്പിച്ചത്. ഇവിടെ നമ്മുടെ അയ്യങ്കാളിയുടെ പിറന്ന മണ്ണിൽ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഒരു 75 കൊല്ലം മുമ്പ് എന്തായിരുന്നു പിന്നെ ഈ യോഹന്നാൻ ഉപദേശി എന്നറിയപ്പെടുന്ന പൊയ്കയിൽ അപ്പച്ചൻ, അദ്ദേഹത്തിന്റെ പേര് ശരിക്കും കൊമരൻ, പിന്നെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയായിട്ട് യോഹന്നാനായി. അങ്ങനെ യോഹന്നാൻ ഉപദേശിയായി. ഓരോ വേദികളിലും, ക്രിസ്ത്യൻ സഭകളുടെ വേദികളിൽ, പള്ളികളിൽ പോയിട്ട് താൻ എഴുതിയ പാട്ടുകൾ ചിട്ടപ്പെടുത്തി പാടുന്ന വേടനെ പോലെ ചെയ്തിരുന്ന ആളായി. അതിന്റെ പേരിൽ അടിയും പിടിയും എല്ലാം വാങ്ങി മർദ്ദനമേറ്റ് അദ്ദേഹം ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ചു. അതായത് ദളിതീന്ന് ക്രിസ്ത്യാനിയായ പരിവർത്തിത ക്രിസ്ത്യ സമൂഹത്തിലായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്ന കുമാര ഗുരുദേവൻ എന്ന് പിന്നീട് അറിയപ്പെട്ട പൊയ്കയിൽ അപ്പച്ചൻ ജനിച്ചത്. അക്കാലത്ത് എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സ്ഥിതി? വഴിയിലിറങ്ങി നടക്കാൻ പറ്റില്ല, നല്ല പേരും മക്കൾക്കിടാൻ പറ്റില്ല. മറ്റ് ആചാരങ്ങൾ അക്കാലത്ത്, വേദം ഉച്ചരിക്കുന്നത് കേട്ടാൽ, വേദമന്ത്രം കേൾക്കാൻ ക്ഷേത്ര പരിസരത്തോ ചടങ്ങിലോ ചെന്നു കഴിഞ്ഞാൽ വേദമന്ത്രം കേട്ടുപോയെങ്കിൽ ദലിതന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും. വേദമന്ത്രം ഉച്ചരിച്ചാൽ നാവ് മുറിക്കും. അതേപോലെ മുട്ടിന് താഴെ തുണി ഉടുക്കാൻ പാടില്ല, നല്ല പേരുകൾ മക്കൾക്കിടാൻ പാടില്ല. സ്ത്രീകൾ, ദലിത് സ്ത്രീകൾ മറയ്ക്കാൻ പാടില്ല. യുവതികളായ ദലിത് സ്ത്രീകളുടെ മുലകൾ ഇങ്ങനെ ആടുന്നത് വരേണ്യവർഗത്തിന് കാണണം നടക്കുമ്പോൾ, അതുകൊണ്ട് മുല മറയ്ക്കാൻ പാടില്ല. ഇങ്ങനെ ജീവിച്ച ഒരു കാലത്തെക്കുറിച്ചാണ് അന്നാണ് പൊയ്കയിൽ അപ്പച്ചൻ പാട്ടെഴുതി പാടിയത്. ഇന്നിപ്പോ വേടൻ ചെയ്യുന്നത് എന്താണ്? ആ പാട്ട് പാടാൻ കേരളത്തിന്റെ പോലീസ് ഇന്നലെ വെങ്ങാനൂരിൽ വേടനെ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ സമൂഹം ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ ഇപ്പോഴും ജാതിയുണ്ട് എന്ന് തന്നെയല്ലേ? ജാതിയുണ്ട് എന്ന് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. അവിടെയാണ് വേടന്റെ പ്രസക്തി. ഇനി ഈ പൊയ്കയിൽ അപ്പച്ചൻ എഴുതിയതിൽ ഏറ്റവും പല പാട്ടുകൾ പുള്ളി എഴുതി പാടി, സ്റ്റേജിൽ പാടി. അതിലേറ്റവും പ്രധാനപ്പെട്ട പാട്ടാണ് പുലരെല്ലാരും കൂടി ചേരമർ ആയാലെന്താ പുലയന്റെ പുലമാറുമോ. 80 വർഷം മുമ്പ് പൊയ്കയിൽ അപ്പച്ചൻ എഴുതിയ വരികളാണ് അതിന്റെ ബാക്കി. പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ പറയന്റെ പഴി മാറുമോ. ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ. കുറവരെല്ലാരും കൂടി സിദ്ധനരായാലെന്താ കുറവന്റെ കുറവ് മാറുമോ. ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ. കാളയെ വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ വിറ്റവർ വില വാങ്ങിയതും മറപ്പതല്ല അടിമ മറപ്പതാകുമോ. അതങ്ങനെ തുടരുന്നു. കുറെ വരികൾ ബാക്കിയുണ്ട്, ഇവിടെ എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ഇതായിരുന്നു പൊയ്കയിൽ അപ്പച്ചന്റെ വരികൾ. അന്നത്തെ സാമൂഹിക നീതിയെ ഇവിടെ ഉഴുതുമറിച്ച വിപ്ലവകരമായ പാട്ടുകൾ എഴുതി പാടിയ കേരളത്തിലെ കീഴാളരുടെ പ്രതിനിധിയായിട്ട് വന്ന പൊയ്കയിൽ അപ്പച്ചൻ. പക്ഷെ പിന്നീട് എന്തായി? പൊയ്കയിൽ അപ്പച്ചനെ തന്നെ പുലയൻ യോഹന്നാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ പുലയോഹന്നാന്റെ പ്രഭാഷണമുണ്ട്, മറ്റേ പള്ളിയിലെ പ്രസംഗമുണ്ട്. എന്ന് പറഞ്ഞ് അതായത് അയിത്തം മാറിക്കിട്ടാൻ മതം മാറി ക്രിസ്തുമതം മർത്തമാസഭയിലെ ക്രിസ്തീയ ജീവിതം സ്വീകരിച്ച പൊയ്കയിൽ അപ്പച്ചന്റെ കുടുംബം ത്തിൽ പറന്ന പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന കൊമരൻ, പിന്നെ അവസാനം യോഹന്നാൻ ഉപദേശി യോഹന്നാനായപ്പോ പല പള്ളികളിലും പോയി പ്രസംഗിക്കുമ്പോ
പുലയൻ ഉപദേശി പുലയോഹന്നാന്റെ പ്രഭാഷണമുണ്ട്, പ്രസംഗമുണ്ട് എന്ന് പറഞ്ഞ് ക്രിസ്തീയ മതത്തിലുള്ള വരേണ്യവർഗം തന്നെ യോഹന്നാനെ കളിയാക്കാൻ തുടങ്ങി, അതായത് പൊയ്കയിൽ അപ്പച്ചനെ. അങ്ങനെ അദ്ദേഹം ക്രിസ്തീയ മതം ഉപേക്ഷിച്ചിട്ടാണ് പുറത്തു വന്നിട്ട് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോകാതെ, അവിടെയും ദലിതന് ഒന്നും കിട്ടാനില്ല, ഒരു 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 നീതിയില്ല. അപ്പോൾ ആദി ദ്രാവിഡ സമൂഹം അങ്ങനെയാണ് പൊയ്കയിൽ അപ്പച്ചൻ ഉണ്ടാക്കുന്നത്. അതാണ് അദ്ദേഹം സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ഇരവിപേരൂരിൽ, തിരുവല്ലയ്ക്കടുത്ത്, കോഴഞ്ചേരി കഴിഞ്ഞ് തൊട്ടപ്പുറം. അപ്പൊ അന്ന് പിന്നെ പുല്ലാട്ട് അദ്ദേഹം ഇങ്ങനെ വിപ്ലവം നടത്തി കഴിഞ്ഞ അദ്ദേഹം പുല്ലാട്ട് ഒരു ദലിത് യുവതിയെ, ഒരു വരേണ്യവർഗത്തിലെ ഒരു യുവാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അതിന്റെ പേരിൽ ഇഷ്ടംപോലെ മർദ്ദനം ഏറ്റുവാങ്ങി. പിന്നീട് പുള്ളി പോയ അദ്ദേഹം ചെന്ന പല വേദികളിലും ഈ ക്രിസ്തീയ സഭയിലെ മേലാളന്മാർ തന്നെ സവർണ ഹിന്ദുവാദികളെ പോലെ തന്നെ സവർണ ക്രിസ്ത്യൻവാദികള് പൊയ്കയിൽ അപ്പച്ചനെ അടിച്ചോടിച്ചു, പൊയ്കയിൽ അപ്പച്ചന്റെ കൂടെ നടന്നവരെ മർദ്ദിച്ചു. അതിന് ലഹളകൾ എന്നാണ് പേരിട്ടത്, നാട്ടുലഹള. അത്രയും പീഡനം സഹിച്ചിട്ടാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന ആള് കുമാര ഗുരുദേവനായിട്ട് മാറിയത്. അപ്പൊ ഇവിടെ തത്തുല്യം ഹിന്ദു വർഗീയവാദികളും വരേണ്യവാദികളും ക്രിസ്ത്യൻ മേലാളന്മാരും രണ്ട് സൈഡിൽ നിന്ന് ആക്രമിച്ച ഒരു ജീവിതമായിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ്റെത്. ഇതേ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്ന അനുഭവങ്ങളാണ് പലപ്പോഴും വേടൻ പങ്കുവയ്ക്കുക. അപ്പൊ വേടന്റെ ജീവിതവും പൊയ്കയിൽ അപ്പച്ചന്റെ ജീവിതവും തമ്മിൽ വളരെ സാമ്യമുണ്ട്. അതാണ് വേടൻ ചില വിധി പറയുന്നത്, പൊയ്കയിൽ അപ്പച്ചനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ആരാ പറഞ്ഞത് ആ പാട്ട് പാടാൻ, നിങ്ങൾ നല്ല മക്കളാ എന്ന് വേടൻ ഒരു വേദിയിൽ പറഞ്ഞതിന്റെ അർത്ഥം അതായിരുന്നു. അടിമജാതിയിൽപ്പെട്ടവര് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടാണ് കഴിഞ്ഞ 75 കൊല്ലം മുമ്പുള്ള കേരളത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും ജാതി മനസ്സിലുണ്ട് എന്നുള്ളതിൻ്റെയാണ് ഇന്നലെ വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ ജന്മഭൂമിയിൽ നമ്മൾ കണ്ട കാഴ്ച. അതായത് പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ട് പാടാൻ പോലീസ് വേടനെ അനുവദിച്ചില്ല. എന്തുകൊണ്ട്? നമ്മളിപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുക, അല്പം നീണ്ടുപോയി ഈ വിഷയമായതുകൊണ്ട്. അയിത്തം മാറാൻ വേണ്ടി ക്രിസ്തുമതം സ്വീകരിച്ച പുലയനെയും പറയനെയും അതുപോലെയുള്ള പാണനെയും ദലിതരെയൊക്കെ ഈ ക്രിസ്തീയ സഭ എങ്ങനെയാണ് പരിപാലിച്ചത്, നോക്കിയത്, രണ്ടാം തരം പൗരന്മാരായിട്ട് നോക്കിയത് എന്നുള്ളത് പൊയ്കയിൽ അപ്പച്ചന്റെ ജീവിതം കൊണ്ട് ഇപ്പോൾ മനസ്സിലായാലും മർത്തവ സഭയിലായിരുന്ന പൊയ്കയിൽ അപ്പച്ചൻ അനുഭവിച്ച ദുരിതങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ, പത്തനംതിട്ട ജില്ലയിൽ തന്നെ ശ്രീതത്തോട്ടിലാണ് എൻ്റെ വീട്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുലയ സമുദായത്തിൽ നിന്നും ബാർബർ സമുദായത്തിൽ നിന്നും മതം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തീയ മതം സ്വീകരിച്ച മർത്തമ സഭയിൽ തന്നെ ചേർന്ന 2 പേരുണ്ട്. അവരെ ക്രിസ്ത്യാനികൾ തന്നെ, ഈ മർത്തോമ സഭയിലെ ക്രിസ്ത്യാനികൾ, മർത്തോമ പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണല്ലോ, പുരോഗമന ചർച്ചാണ് മർത്തോമ. ഓർത്തഡോക്സ് കാതലിക്ക് പോലല്ല, കത്തോലിക്ക അല്ലെ, ഓർത്തഡോക്സ് അല്ലെ മലങ്കര കത്തോലിക്കയിൽപ്പെടാതെ പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. പ്രതിഷേധ സമരത്തിലൂടെ രൂപപ്പെട്ട ചർച്ചാണ് മർത്തോമ ചർച്ച്. ആ ചർച്ചിലാണ് ഈ വിവേചനം. അപ്പോ പൊയ്കയിൽ അപ്പച്ചനെ ഇങ്ങനെ വെറും പുലയൻ യോഹന്നാനാക്കിയതുപോലെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, എൻ്റെ വാടിയിൽ നിന്ന്, പഞ്ചായത്തിലെ വാടിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ഒരു 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 ദലിത് കുടുംബത്തിലെ കുഞ്ഞുകുട്ടി, ആ കുഞ്ഞുകുട്ടി ക്രിസ്തുമതം സ്വീകരിച്ച് പള്ളിയിൽ പോകുന്നുണ്ട് ബൈബിളുമായിട്ട്. പക്ഷെ വിളിക്കുന്നത് ക്രിസ്ത്യാനികൾ പെലയൻ കുഞ്ഞുകുട്ടിയെന്ന്. പെലയൻ കുഞ്ഞുകുട്ടിയുടെ കുടുംബത്തിലെ ക്രിസ്തീയ വരേണ്യ വർഗത്തിൽ നിന്ന് പെണ്ണ് കെട്ടാനും ചെറുക്കം കെട്ടാനൊന്നും ഇല്ല. കല്യാണത്തിന് പെണ്ണിനെ ചെറുക്കനെ കിട്ടത്തില്ല. അവൻ അന്ത്യം ഉറങ്ങേണ്ടത് തെമ്മാടിക്കുഴിയിലാണ്. ഈ ക്രിസ്തുമതം സ്വീകരിച്ച പുലയനും പറയനും പാണനും ഒക്കെ ദലിത് ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുന്ന പരിവർത്തിത ക്രൈസ്തവ സമൂഹം. ഒരു ബാർബർ, മുടിവെട്ടുന്ന കുലത്തൊഴിൽ ബാർബർ ഹിന്ദു കമ്മ്യൂണിറ്റിയാണല്ലോ. ഈ ഞങ്ങളുടെ പള്ളിയില്, ഈ ഇവിടുത്തെ മർദ്ദമ പള്ളിയില് ക്രിസ്തുമതം സ്വീകരിച്ച് തങ്കപ്പനായിരുന്നു പുള്ളിയുടെ പേര്, തങ്കച്ചനായി. തങ്കച്ചൻ ക്രിസ്ത്യൻ നെയ്മായിട്ടാണ് പരിഗണിക്കുന്നത്, തങ്കപ്പൻ ഹിന്ദു. അപ്പൊ തങ്കച്ചനായിട്ട് മർത്തോമ സഭയിൽ ചേർന്നു. പക്ഷേ വിളിക്കുന്നത് ബാർബർ തങ്കച്ചൻ എന്നായി. അപ്പോഴും ബാർബർ എന്നുള്ള മേൽവിലാസം പോയില്ല. ഇത് പെലയൻ കുഞ്ഞുട്ടി പോലെ. ഇവിടെ ജാതി ഉണ്ട് ഇല്ലാന്ന് മേനി നടിക്കുന്ന വരേണ്യ വർഗത്തോട് പറയാൻ ഇവിടെ ജാതിയുണ്ട്. അതുകൊണ്ടാണ് വേടൻ പ്രസക്തനാവുന്നത് എന്ന് മാത്രം ഞങ്ങൾ അവസാനമായിട്ട് പറയുക.